ഹായ് ഫ്രണ്ട്സ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മറ്റ് റിപ്പയർ സർവീസ് സെൻ്ററുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു CRM സോഫ്റ്റ്വെയറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് റിപ്പയർ ചെയ്യാൻ നമുക്ക് തരുന്നു. നമ്മളതിന് പേപ്പറിൽ എഴുതിയിട്ടൊരു സ്ലിപ്പ് കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പം കസ്റ്റമർ വീണ്ടും വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ഈ സ്ലിപ്പൊക്കെ തപ്പി പരതി കണ്ടുപിടിച്ച് നമ്മളതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരാറുണ്ട്. അതിന് പകരം എളുപ്പത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് പ്രിൻ്റഡ് സ്ലിപ്പ് കൊടുക്കാനും ശേഷം നമുക്ക് കസ്റ്റമറുടെ പേരോ അല്ലെങ്കിൽ ജനറേറ്റായി വരുന്ന ജോബ് കോഡോ ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്ത് എളുപ്പത്തിൽ കണ്ടുപിടിച്ച് നമുക്കതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനും ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാനും കഴിയുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ബാക്കിയുള്ള സോഫ്റ്റ്വെയറിനെ അപേക്ഷിച്ച് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിത് ആനുവൽ ഫീസോ മെയിൻ്റനൻസ് ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് ലൈഫ് ടൈം വാലിഡിറ്റിയോട് കൂടിയാണ് വരുന്നത്. വിത്ത് സപ്പോർട്ടാണ്. നമ്മൾ വൺ ടൈം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം സർവീസും കാര്യങ്ങളും നമുക്ക് എക്സ്ട്രാ എമൗണ്ടൊന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. ഇതാണ് അതിൻ്റെ ഐക്കൺ. ഇതിൽ കാണുന്ന പോലെ നമ്മൾ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ സ്ക്രീൻ വരുന്നത്. നമ്മളിവിടെ ജസ്റ്റ് ഒരു യൂസറെ ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ആഡ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം ഒരു ജോബ് കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആയിട്ടുണ്ട്. ശേഷം ഡേറ്റിൻ്റെ കോളത്തിൽ ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഡേറ്റ് അവിടെ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്യുന്നതായിരിക്കും. ശേഷം നമ്മൾ കസ്റ്റമറുടെ പേര് അവിടെ കൊടുക്കുന്നു. ഞാനിവിടെ അരുൺ എൻ്റർ ചെയ്യാണ്. ശേഷം സ്ഥലം നമുക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡ്രോപ്പ് ഡൗൺ മെനു ഒന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. പ്രൊഡക്റ്റിൻ്റെ വാറണ്ടി സ്റ്റാറ്റസ് ഇൻ വാറണ്ടിയിലാണോ ഔട്ട് ഓഫ് വാറണ്ടിയിലാണോ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഔട്ട് ഓഫ് വാറണ്ടി കൊടുക്കുകയാണ്. സർവീസ് ടൈപ്പ് ക്യാരിനാണോ ഓൺ സൈറ്റിൽ പോയാണോ ചെയ്യുന്നതെന്നുള്ളത് പ്രൊഡക്റ്റ് ലാപ്ടോപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഷോപ്പിന് വേണ്ടിയുള്ളതായതുകൊണ്ടാണ് നമുക്കിവിടെ ഇപ്പം നിങ്ങൾ CCTV മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് മാത്രം വെച്ചിട്ട് ഇത് സോഫ്റ്റ്വെയർ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ഇവിടെ അഡ്രസ്സ് സ്ഥലം നമ്മുടെ ഷോപ്പിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കതും കസ്റ്റമൈസ് ചെയ്ത് അവിടെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ലാപ്ടോപ്പിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആക്സസറീസ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്നാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. ഇവിടെ ബാഗും അഡാപ്റ്ററും കൂടെ എൻ്റർ ചെയ്യുകയാണ്. ശേഷം മേക്ക് HP കൊടുക്കുന്നു. മോഡൽ, സീരിയൽ നമ്പർ, എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കസ്റ്റമർ പറയുന്ന കംപ്ലൈൻറ്റ്, കസ്റ്റമർ പറയുകയാണ് സിസ്റ്റം സ്ലോ ആണ്. ശേഷം ടെക്നീഷ്യൻ്റെ റിമാർക്ക് എന്താണെന്നുള്ളത് ഒരു ഫസ്റ്റ് ഇൻസ്പെക്ഷനിൽ നമ്മളൊരു റിമാർക്ക് പറയുകയാണ്. നമ്മളത് പറയുകയാണ് ഇപ്പം വിൻഡോസ് ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്ത് നോക്കണമെന്ന് പറയുകയാണ്. വിൻഡോസ് ഇൻസ്റ്റാൾ. അതിനുശേഷം ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് പറയുകയാണ്. ഞാനിവിടെ 500 രൂപ കൊടുക്കുന്നുണ്ട്. ഈ കോളം സ്പെയർ പാർട്സ് എന്തെങ്കിലും അത് പിന്നീട് കേസ് ക്ലോസ് ചെയ്യാൻ നേരത്ത് എൻ്റർ ചെയ്താൽ മതി. ഇവിടെ എമൗണ്ട് അഡ്വാൻസ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നുമില്ല, നമ്മൾ 0 കൊടുക്കുന്നു. കേസ് സ്റ്റാറ്റസ് ഓപ്പൺ ആണ്. ഈ കോളം കസ്റ്റമർ തിരിച്ച് ഐറ്റം കൊണ്ടുപോയോ ഇല്ലയോ എന്നുള്ളതാണ്. അത് സർവീസ് സെൻ്ററിന് ശേഷം ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ നേരത്ത് അത് കൊടുത്താൽ മതി. ഓക്കെ. അതിനുശേഷം ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ റെക്കോർഡ് നമുക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്ഡേറ്റ് കൊടുത്തതിന് ശേഷം ജോബ് കാർഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു സ്ലിപ്പ് കിട്ടുന്നതാണ്. ഇത് നമുക്ക് പ്രിൻ്റ് എടുത്ത് കസ്റ്റമർ കൊടുക്കാവുന്നതാണ്. പ്രിൻ്റർ സെലക്ട് ചെയ്തിട്ട് പ്രിൻ്റ് കൊടുത്താൽ മതി. A5 സൈസിലുള്ളതാണ്, അതായത് A4ൻ്റെ പകുതിയിലാണ് നമുക്ക് പ്രിൻ്റ് കിട്ടുക. വീണ്ടും കസ്റ്റമർ നമ്മളെ തിരിച്ച് കോൾ ചെയ്യുന്ന സമയത്ത് എന്തായി പ്രൊഡക്റ്റ് സർവീസ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ ജോബ് കോഡ് ചോദിക്കാം, അല്ലെങ്കിൽ കസ്റ്റമറുടെ പേര്, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ, ഇനി അതും അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ സീരിയൽ നമ്പർ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഈ കോളത്തിൽ
ജോബ് കോഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ജോബ് കോഡിലുള്ള ഞാനിവിടെ M2 എന്ന് എൻ്റർ ചെയ്യുന്നു. M2ലുള്ള കസ്റ്റമറുടെ പേരവിടെ കാണിക്കുകയാണ്. നമുക്കിവിടെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ജോബ് കോഡ് അറിയില്ല, കസ്റ്റമറുടെ പേരാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് എൻ്റർ ചെയ്ത് നോക്കാം. പേരടിക്കുമ്പോൾ തന്നെ നമുക്കവിടെ ലിസ്റ്റ് വരുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സർവീസ് ചാർജ് 500 രൂപയാണ്. സ്പെയർ പാർട്സിന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹാർഡ് ഡിസ്ക് മാറുക, വിൻഡോസ് SSD ചേഞ്ച് ചെയ്യുക, റാം മാറുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ സ്പെയർ പാർട്ടിൻ്റെ റേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാണ്. SSD ചേഞ്ച്ഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം സ്പെയറിൻ്റെ റേറ്റ് ഞാനൊരു 2000 രൂപ കൊടുക്കുന്നു. കസ്റ്റമർ 2500 രൂപ പേ ചെയ്തു. കേസ് സ്റ്റാറ്റസ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഐറ്റം ടേക്കൺ ബാക്ക് ബൈ കസ്റ്റമർ. ഇത് ഐറ്റം നമ്മുടെ ഷോപ്പിൽ തന്നെ ഇരിക്കുകയാണോ കസ്റ്റമർ സർവീസിന് ശേഷം തിരിച്ച് കൊണ്ടുപോയോ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. യെസ് കൊടുക്കുന്നു. ശേഷം അപ്ഡേറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ജനറേറ്റ് ഇൻവോയ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർവീസിൻ്റെ ഒരു ഇൻവോയ്സ് ഇവിടെ വരുന്നതാണ്. ഇവിടെ നമ്മൾ ഐറ്റം സെയിൽ ചെയ്തതിൻ്റെ എമൗണ്ട് ഇവിടെ വരുന്നില്ല, കാരണം അതിന് ഓൾറെഡി ബില്ലിംഗ് സോഫ്റ്റ്വെയർ തന്നെ അതിനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അതിൽ തന്നെ ബില്ല് ചെയ്യുക. ഇതിലങ്ങനെ ഐറ്റം ബില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നില്ല. നമുക്ക് സർവീസ് ചാർജ് എത്രയാണോ മേടിച്ചത് അതുമാത്രമേ നമുക്കിവിടെ പ്രിൻറ്റിൽ വരുന്നുള്ളൂ. ഇതും A5 സൈസ് ബില്ലാണ്. നമുക്ക് പ്രിൻ്റ് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കാവുന്നതാണ്. ഇതിന് ശേഷം നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ സോഫ്റ്റ്വെയർ റിഫ്രഷായി വന്നിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്ത റെക്കോർഡിലായിരിക്കും അത് വന്ന് ഇപ്പോൾ ഉണ്ടാവുക. വീണ്ടും പുതിയത് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ആഡ് ന്യൂ കൊടുത്താൽ മതി. ജോബ് കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുൻപത്തെ റെക്കോർഡുകളിലൂടെ മുന്നോട്ടും പുറകോട്ടും നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ശേഷം ഇപ്പോൾ ഈ റെക്കോർഡ് എനിക്ക് വേണ്ട, ഇവിടെ ഡിലീറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇനി ഒരു പ്രത്യേക ഡേറ്റിനിടയിലുള്ള സർവീസുകളാണ് നമുക്ക് കാണിക്കണമെന്നുള്ളെങ്കിൽ ഞാനിവിടെ 2023 ഒരു ഫെബ്രുവരി സെലക്ട് ചെയ്യാണ്. അതുതൊട്ട് ഒരു ഡേറ്റ് 2 ഡേറ്റ് കൊടുക്കുന്നു. നമുക്ക് അതിനിടയിൽ എത്ര സർവീസുകൾ വന്നു, എത്ര എമൗണ്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ശേഷം ഗെറ്റ് റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം ടോട്ടൽ 7 സർവീസുകൾ വന്നിട്ടുണ്ട്. അതിൽ ഓരോന്നിൻ്റെ കേസ് സ്റ്റാറ്റസ് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ എന്നുള്ളത് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. കസ്റ്റമറുടെ പേര്, ജോബ് കോഡ്, തന്ന ഡേറ്റ്, അവരുടെ പെയ്ഡ് എമൗണ്ട്, ഓരോരുത്തരും സെപ്പറേറ്റ് പെയ്ഡ് എമൗണ്ടും ടോട്ടൽ എത്ര രൂപ പെയ്ഡ് നമുക്ക് കിട്ടി എന്നുള്ളതും ടോട്ടൽ സർവീസുകളുടെ എണ്ണവും നമുക്ക് ഈ പേജിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ താല്പര്യമുള്ളവർ നമുക്ക് ഇതിൻ്റെ ഒരു ഡെമോ വെർഷൻ അവൈലബിൾ ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ.